Hi all, welcome to once. നമ്മൾ ഇന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ മൊഡ്യൂൾ 1-ലെ ആക്സിസ് മോഡിഫയേഴ്സ് ആൻഡ് ജാവ പ്രോഗ്രാം ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ആക്സിസ് മോഡിഫയേഴ്സ് ഇൻ ജാവ. അതങ്ങനെ ചെന്ന് ചോദിക്കാം, എന്തൊക്കെ ആക്സിസ് മോഡിഫയേഴ്സ് ആണ് ജാവയ്ക്കകത്തുള്ളത് എന്ന് പറഞ്ഞ് തന്നെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ പബ്ലിക്കാണ്, പ്രൊട്ടക്റ്റഡ്, ഡിഫോൾട്ട് ഓർ നോ മോഡിഫയേഴ്സ്, പ്രൈവറ്റ്. ഈ നാലിനാണ് നമ്മൾ ജാവയ്ക്കകത്ത് യൂസ് ചെയ്യുന്ന ആക്സിസ് മോഡിഫയേഴ്സ്. പബ്ലിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും, ഒരു ആക്സിസ് മോഡിഫയേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്ലാസ് ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, അതുപോലെ ആർക്കൊക്കെ ആക്സസ് പെർമിഷൻ കൊടുക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സിസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിന് പബ്ലിക്കായിട്ട് വെക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാം. അപ്പോൾ പബ്ലിക്കായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്സസ് ഫ്രം എനിവെയർ, എവിടെ വേണമെങ്കിലും വെച്ച് ആക്സസ് ചെയ്യാം. എനി ക്ലാസ്, എനി പാക്കേജ്, എവിടെ വേണമെങ്കിലും നിന്ന് നമുക്ക് പബ്ലിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവൈലബിൾ ആണ്. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ്, എവിടെ നിന്ന് വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി പ്രൊട്ടക്റ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സസ് വിത്തിൻ ദി സെയിം പാക്കേജ് ആണ് ബൈ സബ് ക്ലാസസ് ഇൻ അതർ പാക്കേജസ്. നമുക്ക് സെയിം നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സെയിം പാക്കേജിൽ നമുക്ക് ആക്സസ് ചെയ്യാം. അതുപോലെ അതിൻ്റെ സബ് ക്ലാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഡിഫറെൻറ്റ് പാക്കേജിലാണെങ്കിൽ ആക്സസ് ചെയ്യാം. അപ്പോൾ വിത്തിൻ ദി ക്ലാസ്സിൽ പറ്റും, പാക്കേജിൽ പറ്റും. അതുപോലെ പാക്കേജ് യൂസ് അതിൻ്റെ വേറെ പാക്കേജ് ആണെങ്കിൽ അതിൻ്റെ സബ് ക്ലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഡിഫോൾട്ട് ഓർ നോ മോഡിഫയേഴ്സ് ആണെങ്കിൽ ആക്സസ് ഓൺലി വിത്തിൻ ദി സെയിം പാക്കേജ്. നമുക്ക് ആ സെയിം പാക്കേജിൻ്റെ ഉള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ്ട് ചൈൽഡ് ക്ലാസ് യൂസ് ചെയ്തിട്ട് വേറെ പാക്കേജ് ആണെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ പ്രൈവറ്റ് ആണെങ്കിൽ ആക്സസ് ഓൺലി വിത്തിൻ ദി സെയിം ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാണ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ പബ്ലിക്കാണ്. പബ്ലിക്കാണെങ്കിൽ ആർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഏത് ക്ലാസ് ആണെങ്കിലും ഏത് പാക്കേജ് ആണെങ്കിലും കുഴപ്പമില്ല, അവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ സെയിം പാക്കേജിലും അതുപോലെ സബ് ക്ലാസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ വേറെ പാക്കേജിലും വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിഫോൾട്ട് അല്ലെങ്കിൽ നോ മോഡിഫയർ ആണെങ്കിൽ ആ പാക്കേജിൻ്റെ ഉള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റായിട്ട് കൊടുത്താൽ ആ ക്ലാസ്സിനുള്ളിൽ, ആ ക്ലാസ് എവിടെ സ്റ്റാർട്ട് ചെയ്ത് എവിടെ സ്റ്റോപ്പ് ആവുന്നു, എവിടെ ക്ലോസ് ആവുന്നു, അതിൻ്റെ ഉള്ളിൽ മാത്രമേ പ്രൈവറ്റായിട്ട് കൊടുത്താൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു ജാവ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ ജാവ പ്രോഗ്രാം ബൈ ക്രിയേറ്റിംഗ് എ സ്റ്റുഡൻറ്റ് ക്ലാസ്. ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഹാവിങ് ദ ഫോളോയിങ് ഡേറ്റ, എന്തൊക്കെ ഡേറ്റ ഉണ്ടാവണം? ഡേറ്റ മെമ്പേഴ്സ്, റോൾ നമ്പേഴ്സ്, നെയിം, മാത്സ് മാർക്ക്, ഫിസിക്സ് മാർക്ക്, കെമിസ്ട്രി മാർക്ക്. ഇത്രയും 3 കാര്യങ്ങളുണ്ടാവുന്നുണ്ട്. 3 സബ്ജക്റ്റിൻ്റെ മാർക്ക്: മാത്സിൻ്റെ മാർക്ക്, ഫിസിക്സിൻ്റെ മാർക്ക്, കെമിസ്ട്രിയുടെ മാർക്ക്. പിന്നെ നെയിം ഉണ്ടാവണം, റോൾ നമ്പർ ഉണ്ടാവണം. പിന്നെ ഇത്രയും എന്താണ്? നമ്മുടെ ഇൻപുട്സാണ്. ഇത്രയും നമ്മുടെ ഇൻപുട്സാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ പേര് കിട്ടി. എന്താണ് ക്ലാസ്സിൻ്റെ പേര്? എന്താണ്? സ്റ്റുഡൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ആദ്യം തന്നെ അതിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെയാണ് ഇൻപുട്സ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻപുട്സ് കിട്ടി. എന്തൊക്കെയാണ്? ഡേറ്റ മെമ്പേഴ്സ്, നമ്മുടെ മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആട്രിബ്യൂട്ടിനാണ് ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, മാത്സ് മാർക്ക് ഉണ്ട്, ഫിസിക്സ് മാർക്ക് ഉണ്ട്, കെമിസ്ട്രി മാർക്ക് ഉണ്ട്. അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെ മെത്തേഡുണ്ട്? ഗെറ്റ് റിക്വയർഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. ടു ഗെറ്റ് റിക്വയർഡ് ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡിസ്പ്ലേ ആവറേജ് ടു കാൽക്കുലേറ്റ് ദ ആവറേജ് മാർക്ക്. അപ്പോൾ ആവറേജ് മാർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവറേജ് മാർക്കാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ 3 മാർക്ക് തന്നിട്ടുണ്ട്. ആ മാർക്കിനെ ബേസ് ചെയ്ത് ആവറേജ് മാർക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യണം. ആവറേജ് മാർക്കിനെ കണ്ടുപിടിച്ചിട്ട് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യണം. ഇൻ ക്ലാസ് ഇംപ്ലിമെൻറ്റ്, അടുത്തൊരു ക്ലാസ് വന്നിട്ടുണ്ട് കേട്ടോ. ക്ലാസ് ഇംപ്ലിമെൻറ്റ് ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റ് ക്ലാസ്. ആ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ. അതിന് ഗെറ്റ് റെക്കോർഡ് ഡീറ്റെയിൽസ് ഫ്രം യൂസർ ആൻഡ് ഡിസ്പ്ലേ ദ ആവറേജ് മാർക്സ് ഓഫ് ദി സ്റ്റുഡൻറ്റ്. യൂസറിൽ നിന്ന് ഓരോ ഇൻപുട്ടും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിക്വയർഡ് ആവറേജ് മാർക്ക് കണ്ടുപിടിച്ച് ഡിസ്പ്ലേ ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് യൂസറിൽ നിന്ന് ഇതെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? യൂസറിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ജാവയ്ക്കകത്ത് യൂസ് ചെയ്യുന്ന പാക്കേജിൻ്റെ പേരാണ് യൂട്ടിൽ. അപ്പോൾ അതിന് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് ജാവയിലേക്കാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്കാനർ എന്ന് പറയുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. സെമിക്കോളൻ.
ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്കാനർ. അപ്പോൾ യൂട്ടിൽ എന്ന് പറയുന്ന പാക്കേജിൻ്റെ അന്ന് സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഇമ്പോർട്ട് ചെയ്തു. ഈ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കീബോർഡിൽ നിന്ന് ജാവയ്ക്കകത്ത് ഇൻപുട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ റോൾ നമ്പർ, നെയിം ഇതെല്ലാം നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൽ 2 മെത്തേഡ്സ് ഉണ്ടാവണം. ഗെറ്റ് റെക്കോർഡ് ഡീറ്റെയിൽസ്, അത് നമുക്ക് ഇൻപുട്ടിനെ ഗെറ്റ് ചെയ്യാനായിട്ടും അടുത്തത് ഡിസ്പ്ലേ ആവറേജ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആവറേജ് മാർക്കിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടും. അപ്പം ഞാൻ അടുത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ്സിൻ്റെ പേര് എന്താ അവർ പറഞ്ഞിരിക്കുന്നത്, സ്റ്റുഡൻ്റ് ആണ്. അത് സ്മോൾ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ ക്യാപ്സിലേക്ക് കൊടുക്കാമുള്ളൂ. അപ്പോൾ ക്ലാസ് സ്റ്റുഡൻറ്റ് കൊടുത്തു, ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വേണം, റോൾ നമ്പർ. അപ്പോൾ ആ കൊടുത്തേക്കണ പറ്റി തന്നെ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ റോൾ നമ്പർ എന്തിലാണ് വരുന്നത്, ഇൻറ്റിലാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇൻറ്റ് റോൾ നമ്പർ എന്ന് കൊടുത്തു. ഓക്കെ, കാരണം റോൾ നമ്പർ ഇൻറ്റീജറിലാണല്ലോ വരുള്ളൂ. ഇൻറ്റീജർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 2 3 അങ്ങനെയല്ല റോൾ നമ്പർ പോകുന്നത്. അടുത്ത് നെയിം ഇതിലാണ് വരുള്ളൂ, സ്ട്രിങ്ങിലാണ് വരുള്ളൂ. അപ്പം ഞാൻ ആദ്യം സ്ട്രിങ് എന്ന് കൊടുക്കണമായിരുന്നു, കൊടുക്കാൻ മറന്നുപോയി. സ്ട്രിങ് എസ് ക്യാപ്സാണ് സ്ട്രിങ്ങിൻ്റെ ജാവയ്ക്കകത്ത്. സ്ട്രിങ് നെയിം എന്ന് കൊടുത്തു, സെമിക്കോളൻ. അടുത്ത എന്താ കൊടുക്കണ്ടേ, മാത്സ് മാർക്ക്, ഫിസിക്സ് മാർക്ക്, കെമിസ്ട്രി മാർക്ക്. മാർക്കൊക്കെ ഇപ്പോൾ 10 11 അങ്ങനെ, അല്ലെങ്കിൽ 50 അങ്ങനെയൊക്കെ വരാം, പോയിന്റ് ഇട്ട് വരാം. അതുകൊണ്ട് നമുക്ക് ഡബിളിൽ കൊടുക്കാം. അപ്പോൾ ഡബിൾ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലോട്ട് യൂസ് ചെയ്യാൻ ഡബിൾ ആണെങ്കിൽ ഇച്ചിരി വലിയ കുറച്ചും കൂടെ പ്രിസിഷൻ കൂടുതലുള്ള, കുറച്ചും കൂടെ പോയിന്റ് കൂടുതലുള്ളതിന് എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഡബിൾ കൊടുത്തത്. ഡബിൾ മാർക്സ് കോമ ഇട്ട് തന്നെ കൊടുക്കാം. കോമ ഫിസിക്സ് മാർക്ക്, എന്നിട്ടെന്താ കെമിസ്ട്രി മാർക്ക്. ഹെം മാർക്ക് എന്നേ ഉള്ളൂ. അപ്പോൾ ഹെം മാർക്ക് സെമിക്കോളൻ. മാർക്ക് എന്നാണ് ഇത്, മാർക്ക് സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഇൻപുട്സും കൊടുത്തു. ഇനി നമ്മളോട് എന്താ പറയുന്നത്, ടു ഗെറ്റ് റിക്വയർഡ് മെത്തേഡ് ഗെറ്റ് റിക്വയർഡ് ഡീറ്റെയിൽസ് ടു ഗെറ്റ് ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് ഗെറ്റ് റിക്വയർഡ് ഡീറ്റെയിൽസ്. അപ്പോൾ ഈ മെത്തേഡ് അല്ലേ, ഞാൻ പബ്ലിക്കായിട്ട് തന്നെ കൊടുക്കുവാണ്. പബ്ലിക് വോയിഡ് ആക്സസ് മോഡിഫയറാണ്. പബ്ലിക്കായിട്ട് കൊടുത്താൽ എല്ലാവർക്കും യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. പബ്ലിക് വോയിഡ് ഗെറ്റ് റിക്വയർഡ് ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് നമ്മൾ കീബോർഡിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യണം. അപ്പോൾ ഞാൻ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുവാണ്. റോൾ നമ്പറിന് ഞാൻ ROL എന്ന് കൊടുക്കുവാണ്. കോമ നെയിമിന് ഞാൻ NA എന്ന് കൊടുക്കുവാണ്. മാത്സിൻ്റെ മാർക്കിന് മാത്സ് എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ഫിസിക്സിൻ്റെന് PHY എന്നും പറഞ്ഞു കൊടുത്തു. അടുത്തത് കെമിസ്ട്രീന് M എന്നും പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന റോൾ നമ്പർ എന്നെ കൊടുത്തിരുന്നത്, റോൾ നമ്പർ എന്ന് തന്നെ കൊടുത്തിരുന്നത്. അപ്പോൾ റോൾ നമ്പർ ഈക്വൽ ടു ഈ റോൾ എന്നും പറഞ്ഞു കൊടുത്തു. ഇനി അടുത്തത് നെയിം ഈക്വൽ ടു NA എന്നും പറഞ്ഞു കൊടുത്തു. അടുത്തത് മാർക്സ് ഈക്വൽ ടു മാത്സ് എന്നും പറഞ്ഞു കൊടുത്തു. അടുത്തത് ഫിസിക്സ് PHY മാർക്സ് ഈക്വൽ ടു PHY എന്നും പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കെമിസ്ട്രിയുടെ മാർക്ക് കൊണ്ട് ഇവിടെ ഞാൻ കൊടുക്കുവാണ്. അപ്പം ഹെം മാർക്ക് എന്നായിരുന്നു. അപ്പം ഹെം മാർക്സ് ഈക്വൽ ടു ഹെം എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ആ മെത്തേഡ് ഞാൻ അവിടെ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞിരുന്ന സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, എല്ലാ ഇൻപുട്സും കൊടുത്തു. ഇൻ്റെ റോൾ നമ്പർ എന്നുള്ളത് കൊടുത്തു, സ്ട്രിങ്
നെയിം എന്നുള്ളത് കൊടുത്തു, അതെല്ലാം നെയിം സ്ട്രിങ്ങിലാണ് വരുന്നത്. ഡബിൾ മാർക്ക് 1 മാത്സിൻ്റെ മാർക്ക്, അത് അവിടെ ഇൻപുട്ട് തന്നേക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന പോലെ തന്നെ കൊടുക്കുക. മാത്സ് മാർക്ക്, ഫിസിക്സ് മാർക്ക്, ഹെം മാർക്ക്, അതായത് ഡബിളിലാണ് കൊടുത്തിരിക്കുന്നത്. പോയിന്റ് ഇട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് മാർക്ക് ആയതുകൊണ്ട്. എന്നിട്ട് മെത്തേഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗെറ്റ് റിക്വയർഡ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ് മെത്തേഡ് നെയിം, അത് അതേപടി കൊടുക്കുക. പബ്ലിക് വോയിഡ് ഗെറ്റ് റിക്വയർഡ് ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്തിട്ട് റോൾ മാത്സ്. ഇത് പാസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ടൈപ്പും കൂടെ സ്പെസിഫൈ ചെയ്തിട്ട് വേണം പാസ് ചെയ്യാൻ. അപ്പോൾ എന്ത് കൊടുക്കണം? ഇൻറ്റ് റോൾ സ്ട്രിങ്, ഞാൻ എൻ്റെ ടൈപ്പ് കൊടുക്കാൻ മറന്നുപോയി. സ്ട്രിങ് ഡബിൾ മാത്സിന് നമ്മൾ മാത്സ് എന്ന് പറയാമെന്ന് കൊടുത്തേക്കണം. അപ്പം മാത്സിന് മാത്രം മതി. ഡബിൾ മാത്സ് ഡബിൾ ഫിസിക്സ് PHY ഡബിൾ ഹെം. ഇങ്ങനെ വേണം കൊടുക്കാൻ. ടൈപ്പ് സ്പെസിഫൈ ചെയ്യാണ്ട് കൊടുക്കാൻ പറ്റില്ല, അതാണ് ഞാൻ മറന്നുപോയി. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിൽ റോൾ നമ്പർ ഈക്വൽ ടു റോൾ, നെയിം ഈക്വൽ ടു എന്നെ, മാത്സ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ വരുന്ന റോള് ഈ റോൾ നമ്പറിനോട് ഈക്വലാണ്, എന്നെ ഈക്വൽ ടു നെയിമിനോട് ഈക്വലാണ്, മാത്സ് എന്ന് പറയുന്നത് മാത്സ് മാർക്കിനോട് ഈക്വലാണ്, ഫിസിക്സ് എന്ന് പറയുന്നത് ഫിസിക്സ് മാർക്കിനോട് ഈക്വലാണ്, ഹെം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി മാർക്കിനോട് ഈക്വലാണ്. അപ്പോൾ ഇത് നമ്മൾ കീബോർഡിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ മെത്തേഡും അവിടെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത് പറഞ്ഞേക്കുന്നവരെന്താ, അടുത്ത് ഡിസ്പ്ലേ ആവറേജ് എന്ന് പറഞ്ഞ് ഒരിത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ആവറേജ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യണം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് ഡിസ്പ്ലേ പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് മാർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആവറേജ് മാർക്ക് ഡബിൾ ആയതുകൊണ്ട് ഞാൻ ഡബിൾ അവിടെ തന്നെ ഞാൻ ഡിക്ലെയർ ചെയ്യുമോ, ആവറേജ് ഈക്വൽ ടു എന്തൊക്കെ വേണം? ഫിസിക്സ് മാർക്ക് ആദ്യം തന്നെ മാത്സിന് മാർക്ക് വേണം. അപ്പോൾ മാത്സ് മാർക്സ് എന്നുണ്ടെന്ന് തോന്നുന്നല്ലേ, നോക്കട്ടെ. മാർക്സ് എന്നുണ്ട്. ഓക്കെ, ഫിസിക്സ് മാർക്സ് എന്നുണ്ട്. ഓക്കെ, പ്ലസ് PHY മാർക്സ് പ്ലസ് ഹെം മാർക്സ്. ഓക്കെ, നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നതിൻ്റെ ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. ഇപ്പം ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് ഡിവൈഡഡ് ബൈ 3 കൊടുത്തു. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ആവറേജ് മാർക്ക് നമുക്ക് കിട്ടി. ആവറേജ് മാർക്ക് എന്ന് ഇതുള്ള ആവറേജ് എന്ന് മാത്രമേ എഴുതി. ഇനി ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാനായിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്ലൈൻ, വേണമെങ്കിൽ നെയിമും ഇതും എല്ലാം പ്രിൻറ്റ് ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ ആവറേജ് മാർക്ക് മാത്രമേ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ നമുക്ക് നെയിമും കൂടി ഒന്ന് പ്രിൻറ്റ് ചെയ്യിച്ചേക്കാം. പ്രിൻ്റ്ലൈൻ റോൾ നമ്പർ ഈക്വൽ ടു പ്ലസ് റോൾ നമ്പർ പ്ലസ് /n. ഒറ്റ ലൈനിൽ എഴുതുന്നതാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒറ്റ ലൈനിൽ എങ്ങനെ എഴുതുന്നതെന്നുള്ളത്. പ്ലസ് നെയിമും കൂടെ മതി. നെയിം ഈസ് പ്ലസ് നെയിം പ്ലസ് /n. നെക്സ്റ്റ് ലൈനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലസ് ആവറേജ് മാർക്ക് ഈസ് പ്ലസ് ഇവിടെ കണ്ടുപിടിച്ച ആവറേജ്. ഓക്കെ, അപ്പോൾ പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഒരു ഡിസ്പ്ലേയുടെ നമ്മൾ ഒന്നും പാസ് ചെയ്യുന്നില്ല, അപ്പോൾ ഒരു ഡിസ്പ്ലേ ചെയ്യാനുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ആവറേജ് മാർക്ക് നമ്മൾ ഓൾറെഡി
ഇവിടെയാണ് നമ്മൾ പബ്ലിക്കിലാണ് നമ്മൾ കൊടുത്തിരുന്നത്, പബ്ലിക് വോയിഡാണ്. അപ്പോൾ അവിടെ കൃത്യമായി മാർക്സ് വെച്ചിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോയി ഇവിടെ ആവറേജ് മാർക്ക് കണ്ടുപിടിച്ചോളും. എന്നിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്യിച്ചു, റോൾ നമ്പർ, നെയിം, അതുപോലെ ആവറേജ് മാർക്ക് പ്രിൻറ്റ് ചെയ്യിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്, ഈ ക്ലാസ്സിനെ ഞാൻ അവിടെ ക്ലോസ് ചെയ്യുകയാണ്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ട് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് സ്റ്റുഡൻറ്റ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ കോൾ ചെയ്യണം. അതുപോലെ ഇതിന്ന് ഇൻപുട്ട് എടുക്കുകയും ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ക്ലാസ്സിൻ്റെ പേര് എന്താണ്? ഇംപ്ലിമെൻറ്റ്. ക്ലാസ് ഇംപ്ലിമെൻറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ അത് ഞാൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ മെത്തേഡ് കൊടുക്കുവാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, പാസ് ചെയ്യുന്നത് സ്ട്രിങ് args. ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആദ്യം തന്നെ പാസ് ചെയ്യാനുള്ളത്? ഡേറ്റാസാണ്. അതായത് നമ്മുടെ സ്കാനറിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്കാനർ വെച്ചിട്ട് നമുക്ക് പാസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് args നമ്മൾ മെയിൻ മെത്തേഡ് ഓപ്പൺ ചെയ്തു. ഇനി സ്കാനറിന് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമോ. അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് കീബോർഡിൽ നിന്ന് എടുക്കാം. അപ്പോൾ സ്കാനർ *new സ്കാനർ system.in ഈ മെത്തേഡ് വെച്ചിട്ടാണ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് എടുക്കുന്നത്? നമ്മൾ ഇൻപുട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് എന്തൊക്കെയാണ്? റോൾ നമ്പർ പാസ് ചെയ്യാനുണ്ട്. അപ്പോൾ system.out.println എൻ്റർ റോൾ നമ്പർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത് അതേപടി നമ്മുടെ റൺ ചെയ്യുമ്പോൾ വരും. അപ്പോൾ നമ്മൾ റോൾ നമ്പർ ഇവിടെ കൊടുത്തേക്കുന്ന ROL അതെന്താണ്? ഇൻ്റാണ്. അപ്പോൾ ഇൻ്റ് ROL = s എന്നുള്ളത് ഇത്. നെക്സ്റ്റ് ഇൻ്റ് ആയതുകൊണ്ട് ഇൻ്റ് എന്ന് വരും. അപ്പോൾ ഈ റോൾ എന്ന് പറഞ്ഞതിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഇത് കൊണ്ട് സേവ് ആകും. ഇനി അടുത്തത് system.out.println. അടുത്ത എന്താ? നെയിം ഇതുപോലെ പ്രിന്റ് ചെയ്യിക്കണം. എൻ്റർ ദി നെയിം. എന്നിട്ട് ഇവിടെ സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ് നെയിം എന്നല്ല നമ്മൾ കൊടുത്തിരുന്നത്. അവിടെ എന്താ കൊടുത്തിരുന്നത്? പാസ് ചെയ്യാൻ കൊടുത്തിരുന്നത് നോക്ക് NA ആണ്. പിന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. അപ്പോൾ NA എന്നുള്ളത് കൊടുക്കുക. സ്ട്രിങ് NA = s.next ലൈൻ. സ്ട്രിങ് ആയതുകൊണ്ടാണ് അവിടെ ലൈൻ വന്നത്. ഇൻ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ഇൻ്റ്, സ്ട്രിങ് ആണെങ്കിൽ നെക്സ്റ്റ് ലൈൻ, ഡബിൾ ആണെങ്കിൽ നെക്സ്റ്റ് ഡബിൾ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് system. അതുപോലെ എല്ലാം പ്രിൻ്റ് ചെയ്യണം. out.println P സ്മോൾ ആണ്. println എൻ്റർ ദി മാക്സ് മാർക്ക്. എന്താ? ഡബിളിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡബിൾ മാക്സ് = x.next ഡബിൾ. അതുപോലെ system.out.println എൻ്റർ ദി ഫിസിക്സ് മാർക്സ്. ഡബിൾ PHY = x.next ഡബിൾ. അതുപോലെ system.out.println എൻ്റർ ദി
കെമിസ്ട്രി ഹെം എന്ന് ഞാൻ കൊടുക്കുവാണ്, ഹെം മാർക്സ്. അവിടെ എന്ത് വരും? ഡബിൾ ഹെം ഈക്വൽ ടു എക്സ് ഡോട്ട് നെക്സ്റ്റ് ഡബിൾ. ഓക്കെ, എല്ലാം നമ്മൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് പാസ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ആ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് ഇംപ്ലിമെൻറ്റിൽ വന്നിട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇംപ്ലിമെൻറ്റിൽ നമ്മൾ മെയിൻ മെത്തേഡ് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ എല്ലാ കീബോർഡിൽ നിന്ന് എടുക്കാനുള്ള സ്കാനർ യൂസ് ചെയ്തിട്ട് കീബോർഡിൽ നിന്ന് എടുക്കാനുള്ളതെല്ലാം എടുത്തു. ഇനി നമ്മൾ അതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിന്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേര് എസ് എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് അല്ലേ, അപ്പോൾ എസ് ടി എന്ന് കൊടുക്കുവാണ്. അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് എസ് ടി എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുത്തു. കാരണം ഇവിടെ എസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ എസ് ടി എന്ന് പറഞ്ഞു കൊടുത്തു. ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്റ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മൾ പാസ് ചെയ്യുവാണ്. എസ് ഡോട്ട് ഗെറ്റ് എന്തായിരുന്നു? ഗെറ്റ് റിക്വയേർഡ്. ആദ്യത്തെ മെത്തേഡ് എന്താ? ഗെറ്റ് റിക്വയേർഡ് ഡീറ്റെയിൽസിലേക്ക് പാസ് ചെയ്യുന്നു. അതുപോലെ ഡിസ്പ്ലേ ഡീറ്റെയിൽസിനെയും കോൾ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. എസ് ഡോട്ട് ഗെറ്റ് റിക്വയേർഡ് ഡീറ്റെയിൽസ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പാസ് ചെയ്യണം? നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന റോള് കോമ NA കോമ മാത്സ് കോമ PHY കോമ MI ഇത്രയും പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ എസ് ഡോട്ട് ഗെറ്റ് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇവിടുന്ന് ഇൻപുട്ട് ചെയ്യുന്ന എല്ലാം അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ അതെല്ലാം അങ്ങോട്ട് പോകും. ഇനി എസ് ഡോട്ട് ഡിസ്പ്ലേ ഡീറ്റെയിൽസ് അതിനെ കോൾ ചെയ്യുമ്പോൾ അവിടെ കൊടുത്തേക്കുന്ന ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കോൾ ചെയ്യും. അപ്പം നമ്മൾ മെയിൻ മെത്തേഡ് ക്ലോസ് ചെയ്യുകയാണ്, ക്ലാസ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാം ഇച്ചിരി ലെന്താണ്, എന്നാലും നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്കാനർ എന്ന് പറഞ്ഞ് ഇത് കീബോർഡിൽ നിന്ന് എടുക്കാൻ വേണ്ടിയാണ് സ്കാനറിനെ കോൾ ചെയ്തേക്കുന്നത്. ആ സ്കാനർ എടുത്തു, സ്റ്റുഡൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. നമ്മളോട് അവിടെ പറഞ്ഞേക്കുന്നത് റോൾ നമ്പർ അതുപോലെ നെയിം ഇതെല്ലാം നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. ഇൻ്റർ സ്ട്രിങ് ഡബിൾ എല്ലാം കൊടുത്തു. പിന്നെ നമ്മുടെ മെയിൻ മെത്തേഡ് എഴുതി. അത് പബ്ലിക് മെയിൻ മെത്തേഡ് അല്ല, നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഗെറ്റ് റിക്കോർഡ് ഡീറ്റെയിൽസ് എഴുതി. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പാസ് ചെയ്യാനുള്ള ഇൻപുട്ടെല്ലാം ഡാറ്റ ടൈപ്സ് വേരിയബിൾ നെയിം പാസ് ചെയ്തു. ഈ കൊടുക്കുന്ന ഈ വേരിയബിൾ നെയിം ഇല്ലേ, അത് നമ്മൾ ഈ സ്കാനർ യൂസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന പാസ് ചെയ്യുന്ന വേരിയബിൾ നെയിമാണ്. അത് സെയിം ആണ്. അവിടെ കൊടുക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് സെയിം ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ മെയിൻ മെത്തേഡിൽ നിന്ന് ക്ലാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ARGS ആ മെത്തേഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് സ്കാനർ ഇത് എല്ലാം സ്കാനർ വെച്ചിട്ട് ഒബ്ജക്റ്റ് എസ് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് റോൾ നമ്പർ നമ്മൾ കീബോർഡിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. NAയിലേക്ക് സ്റ്റോർ ചെയ്യും, അതുപോലെ മാത്സിലേക്ക് സ്റ്റോർ ചെയ്യും, ഫിസിക്സിലേക്ക് സ്റ്റോർ ചെയ്യും, അതുപോലെ ഹെമ്മിലേക്കും എല്ലാത്തിലേക്കും സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഈ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുക. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എസ് ഡോട്ട് ഗെറ്റ് റെക്കോർഡ് ഡീറ്റെയിൽസിനെ കോൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കീബോർഡിൽ നിന്ന് എടുത്ത് വെച്ചേക്കുന്ന വാല്യൂസിനെ ഇങ്ങോട്ട് പാസ് ചെയ്യും, കറസ്പോണ്ടിങ് ഇങ്ങോട്ട് പാസ് ചെയ്യും. എന്നിട്ട് ഈ റോൾ നമ്പർ ഇപ്പോൾ 1 ആണെങ്കിൽ 1 ഈക്വൽ ടു ഈ റോൾ നമ്പറിലേക്ക് പോകും. അപ്പോൾ ഈ 1 ഇവിടെ വരും. നെയിം ഇപ്പോൾ അനീന കൊടുത്തേക്കണമെങ്കിൽ അനി ഈ നെയിമിൽ NAന്ന് നെയിമിലേക്ക് വരും. അതായത് ഇവിടെ വരും നമ്മുടെ റോൾ നമ്പർ മാർക്ക് എല്ലാം ഇങ്ങോട്ട് വന്ന് ഇത് ഇങ്ങോട്ട് പാസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് നമ്മുടെ ഓയിഡ് ഗെറ്റ് ഡിസ്പ്ലേ യൂണിറ്റിൽ നമ്മൾ ഡബിൾ ആവറേജ് മാർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആവറേജ് മാർക്ക് കണ്ടുപിടിച്ചിട്ട് അതിനെ എന്ത് ചെയ്യും? പ്രിൻറ്റ് ചെയ്യിക്കും. അപ്പോൾ പ്രിൻറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മൾ ഇവിടെ എസ് ഡോട്ട് ഡിസ്പ്ലേ ഡീറ്റെയിൽസ് പറഞ്ഞ് കോൾ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്യിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ നോക്കിയത് ആക്സസ് മോഡിഫയേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നാണ്. അതെല്ലാം പറഞ്ഞു, അതിൽ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഇത് സെഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യുവാണ്. ആക്സസ് മോഡിഫയേഴ്സ് ഏതൊക്കെയായിരുന്നു? പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, അതുപോലെ പ്രൈവറ്റ് ഉണ്ട്, നോ ആക്സസ് മോഡിഫയർ ഉണ്ട്. അത് 3 വരുന്നത്. പിന്നെ പ്രോഗ്രാം നമ്മൾ നോക്കി. പ്രോഗ്രാം കീബോർഡിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് അതിൽ എന്തായിട്ട് വരുന്നത്. അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ഇൻപുട്ട് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു. വേറെ സെഷൻസുമായിട്ട് കാണാം.